മുംബൈ IIT സംഘടിപ്പിച്ച നാഷണൽ എന്റർപ്രണർഷിപ്പ് ചലഞ്ചിൽ പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജ് ഫസ്റ്റ് റണ്ണറപ്പായി വിജയിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ IIT-കളിൽ നിന്നും NIIT-കളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും പങ്കെടുത്ത 60,000-ൽ പരം മത്സരാർത്ഥികളിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾ ഫൈനലിൽ എത്തിയത്. കൊച്ചിയിലും ബാംഗ്ലൂരും മുംബൈയിലുമായി സംഘടിപ്പിച്ച വ്യത്യസ്തങ്ങളായ സ്കീമുകൾ വിജയകരമായി പൂർത്തീകരിച്ചാണ് വിദ്യാർത്ഥികൾ ഈ അഭിമാന നേട്ടം കൈവരിച്ചതെന്ന് കോളേജ് ചെയർമാൻ ബെന്നി തോമസ്, പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി, വൈസ് പ്രിൻസിപ്പൽ സുവർണ രാജു, വകുപ്പ് മേധാവി ജിൻഡുമോൾ ജോൺ എന്നിവർ വ്യക്തമാക്കി. സെന്റ് ആന്റണീസ് കോളേജിന് അഭിമാന നിമിഷമാണ്. നമ്മുടെ കോളേജിലെ 10 വിദ്യാർത്ഥികൾ മുംബൈ IIT സംഘടിപ്പിച്ച നാഷണൽ എന്റർപ്രണേഴ്സ് ചാലഞ്ചസ് 2024 ഫസ്റ്റ് റണ്ണറപ്പായി 70,000 രൂപയുടെ സമ്മാനവും പ്രത്യേകം പ്രശംസാപത്രങ്ങളും അവർ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും IIT-യും NIIT-യും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉൾപ്പെടുന്ന വലിയ ഒരു വിഭാഗത്തെ തോൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ കുട്ടികൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായി തീർന്നിരിക്കുന്ന അഭിമാന നിമിഷം. ഈ നിമിഷത്തിൽ ഞാൻ പ്രത്യേകം ഈ വിദ്യാർത്ഥികളെയും ഏവരെയും അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകം ടീച്ചേഴ്സിനൊപ്പം അഭിനന്ദിക്കുന്നു. കാരണം മുംബൈയിലെ ഫൈനൽ മത്സരങ്ങൾക്ക് അഡോണിയയുടെ പേരൻസാണ് കൂടെ എസ്കോർട്ട് പോയിട്ടുള്ളത്. അത് തീർത്തും പേരൻസിൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് ചേർന്നിട്ടാണ് ഈ അതുല്യ നിമിഷത്തിലേക്ക് നാം എത്തിയിരിക്കുന്നത്. ഇവരെ ഈ 8-ാം തീയതി ശനിയാഴ്ച MG യൂണിവേഴ്സിറ്റിയുടെ ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ റജി സക്കറിയാസ് ഇവിടെ എത്തുകയും ഇവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും അവർക്ക് പ്രശസ്തി പത്രങ്ങളും ഉപകാരങ്ങളും നൽകി കോളേജിൻ്റെ പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയായിരിക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഏറ്റവും സ്നേഹത്തോടെയും ഏറെ ആദരവോടെയും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സരാർത്ഥികൾക്ക് 70,000 രൂപയും പ്രശസ്തി പത്രവും ലഭിച്ചു. നാഷണൽ എന്റർപ്രണർഷിപ്പ് ചലഞ്ച് ഒരു 6 മാസത്തെ ജേണിയായിരുന്നു. ഓഗസ്റ്റിൽ തുടങ്ങി ഡിസംബർ 15-ൽ അവസാനിച്ചു. അതിൽ ഞങ്ങൾക്ക് കുറേ ടാസ്കുകൾ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ബാംഗ്ലൂരിൽ പോകുകയും 25,000 ടീമിൽ നിന്ന് 600 ടീമുകളിൽ സെലക്ട് ആയതിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ലീഡർ ബോർഡ് വന്നു. ഫൈനൽ മത്സരം മുംബൈയിൽ വെച്ചായിരുന്നു. 3 ദിവസത്തെ നീണ്ടുനിന്ന മത്സരമായിരുന്നു. അതിൽ ഓരോ ദിവസവും എലിമിനേഷൻ വഴി ഞങ്ങളുടെ ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി ഫൈനലിൽ അങ്ങനെ ഞങ്ങൾക്ക് അത്രയും ടീമിൽ നിന്ന് 2-ാം സ്ഥാനത്തോട്ട് എത്താൻ കഴിഞ്ഞു. ടോട്ടൽ 2,000 ടീം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ലീഡർ ബോർഡ് വന്നത്. ഞങ്ങൾ ഇവിടുത്തെ ടോപ്പ് 10-ൽ വന്നപ്പോഴാണ് ഞങ്ങളെ ഇവിടോട്ട് ഇൻവൈറ്റ് ചെയ്തത്. എന്നിട്ട് അവിടെ ചെന്നപ്പോഴും ടോട്ടൽ 40 ടീംസ് അവിടെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതിൽ നിന്ന് ഓരോ എലിമിനേഷൻ കഴിഞ്ഞ് ടോട്ടൽ വന്നിരുന്ന ഫൈനൽ 18-നാണ് ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. വിജയികളായ വിദ്യാർത്ഥികളായ സിറിയക് ജയേഷ്, ആനന്ദ് S ബോസ്കോ, അഡോണിയ സൈറസ്, ജീവ ജയൻ, ഡെനിസ് V ടോം, വിവേക് മേനോൻ, അഭിജിത്ത് സണ്ണി, അസ്ന അൻസാരി, ആൽവിൻ സിബി, ആൽവിൻ തോമസ് എന്നിവർക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും 8-ാം തീയതി രാവിലെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് റജീസ് കറിയ നൽകും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.